ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ശുഭകരമായ ചിന്തയിൽ അധിഷ്ഠിതമായ വ്യക്തിത്വം വളർത്തിയെടുക്കാൻ വേണ്ട 25 ചുവടുവെപ്പുകളാണ്. ഒന്നാമത്തെ എന്ന് പറയുന്നത് ഉത്തരവാദിത്തം ഏറ്റെടുക്കുക. ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുവാൻ തയ്യാറുള്ളവരെ അവ തേടിയെത്തുന്നു. ഈ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്നവർ യാഥാർത്ഥ്യത്തിൽ അവർക്ക് തന്നെ ഒരു ഉന്നതി നൽകുകയാണ് ചെയ്യുന്നത്. ഉത്തരവാദിത്തമുള്ളവർ മറ്റുള്ളവർക്ക് വിശദീകരണങ്ങൾ നൽകാൻ തയ്യാറാകുന്നു. ഇത് പക്വതയുടെ ലക്ഷണമാണ്. ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നത് നമ്മുടെ മനോഭാവത്തിൻ്റെയും പ്രവർത്തന മണ്ഡലത്തിൻ്റെയും പ്രതിഫലനമാണ്. വിജയത്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുവാൻ എല്ലാവരും എളുപ്പത്തിൽ തയ്യാറാകും. പക്ഷേ പരാജയം നേരിടുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ആരും അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നില്ല. ഏത് പരിസ്ഥിതിയിലും ഉത്തരവാദിത്തം ഏറ്റെടുക്കാനുള്ള മനോഭാവമാണ് നാം ആദ്യം വളർത്തിയെടുക്കേണ്ടത്. അപ്പോൾ പരാജയം വന്നാലും വിജയം വന്നാലും നാം രണ്ടും ഒരുപോലെ ഏറ്റെടുത്ത് ആ ഒരു മനോഭാവം നമ്മൾ കൊണ്ട് വരേണ്ടതാണ്. കുറ്റപ്പെടുത്തുന്ന സ്വഭാവം ഉപേക്ഷിക്കുക. ഈ ഉത്തരവാദിത്തം ഏറ്റെടുക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കുറ്റപ്പെടുത്തുന്ന സ്വഭാവം ഉപേക്ഷിക്കുക എന്നുള്ളതാണ്. താഴെ പറയുന്ന വാചകങ്ങൾ നാം ഒഴിവാക്കേണ്ടത് അത്യാവശ്യമാണ്. 1. മറ്റെല്ലാവരും ചെയ്യുന്നു, വേറെ ആരും ചെയ്യുന്നില്ല, എല്ലാം നിങ്ങളുടെ കുറ്റമാണ്. ഉത്തരവാദിത്തം ഏറ്റെടുക്കുവാൻ തയ്യാറില്ലാത്തവർ മാതാപിതാക്കളെയും അധ്യാപകരെയും ജനിതക ഘടകങ്ങളെയും കുറ്റപ്പെടുത്തുന്നു. അവർ വിധിയെ പഴിക്കുന്നു. ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്ന ശീലം ചെറുപ്രായത്തിൽ തന്നെ പരിശീലിപ്പിക്കേണ്ടതാണ്. അനുസരണശീലമുള്ളവരെ ഇത് എളുപ്പത്തിൽ പരിശീലിപ്പിക്കാം. ഉദാഹരണത്തിന് ജോണി. അമ്മേ, ജിമ്മി ജനാലച്ചില്ല് പൊട്ടിച്ചു. അമ്മ ചോദിച്ചു, എങ്ങനെയാണ് അവനത് ചെയ്തത്? ജോണിയുടെ മറുപടി ഇങ്ങനെയായിരുന്നു: ഞാൻ അവനെ കല്ലെറിഞ്ഞപ്പോൾ അവൻ ഒഴിഞ്ഞു മാറിയതായിരുന്നു. ഉത്തരവാദിത്തം ഏറ്റെടുക്കാതെ തങ്ങളുടെ പ്രത്യേക അവകാശങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നവർക്ക് അവ നഷ്ടമാകുന്നു. ഉത്തരവാദിത്തം എന്നാൽ യുക്തിപൂർവമുള്ള പ്രവൃത്തിയാണ്. ഇനി അല്പത്തം ഉത്തരവാദിത്തങ്ങളെ അവഗണിക്കുവാൻ കാരണമാകുന്നു. ചെറിയ മനസ്സുള്ളവർ എപ്പോഴും മറ്റുള്ളവരെ പഴിചാരിക്കൊണ്ടിരിക്കും. ചെയ്യേണ്ട ജോലി ശരിക്കും ചെയ്യുകയുമില്ല. സമൂഹത്തോടുള്ള ഉത്തരവാദിത്തം. ആദ്യമായി ഉത്തരവാദിത്തം പ്രകടിപ്പിക്കേണ്ടത് സമൂഹത്തോടും, രണ്ടാമതായിട്ട് കുടുംബത്തോടും, മൂന്നാമതായിട്ട് നമ്മളോട് തന്നെയുമാണെന്ന് പ്രാചീന ഭാരതീയ സംസ്കാരം നമ്മെ പഠിപ്പിക്കുന്നു. ഈ ക്രമം തെറ്റുമ്പോൾ സമൂഹം ശിഥിലമാകുന്നു. സമൂഹത്തോടുള്ള ഉത്തരവാദിത്തം ഓരോ പൗരൻ്റെയും ധർമ്മമാണ്. ഉത്തരവാദിത്തവും സ്വാതന്ത്ര്യവും കൈകോർത്തു പോകുന്നു. ഇതിനായി സ്വന്തം കടമ നിർവഹിക്കുകയാണ് ഒരു പൗരൻ ചെയ്യേണ്ടത്. മഹത്വത്തിൻ്റെ വില ഉത്തരവാദിത്വമാണ് എന്ന് പറഞ്ഞതാണ് ആരാണ്? വിൻസ്റ്റൺ ചർച്ചിൽ. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്നു വിൻസ്റ്റൺ ചർച്ചിൽ. അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ് മഹത്വത്തിൻ്റെ വില ഉത്തരവാദിത്തമാണെന്നുള്ളത്. നികൃഷ്ടരുടെ പ്രവൃത്തിയേക്കാൾ നല്ല മനുഷ്യരുടെ നിഷ്ക്രിയത്വമാണ് സമൂഹത്തെ നശിപ്പിക്കുന്നത്. നല്ല മനുഷ്യർ നിഷ്ക്രിയരായി നാശത്തെ അനുകൂലിക്കുമ്പോൾ അവർക്ക് എങ്ങനെ നല്ലവരാകാൻ കഴിയും? ഇത്തരക്കാർ സമൂഹത്തോടുള്ള ഉത്തരവാദിത്തം നിറവേറുന്നില്ല. 2 പറയുന്നത് പരിഗണനാ മനോഭാവം പ്രകടിപ്പിക്കുക. ഒരിക്കൽ ഒരു 10 വയസ്സുകാരൻ ഐസ്ക്രീം പാർലറിൽ ചെന്ന് ഒരു കോൺ ഐസ്ക്രീമിന് വില ചോദിച്ചു. 75 സെന്റ് എന്ന് പരിചാരിക പറഞ്ഞപ്പോൾ അവൻ തൻ്റെ കയ്യിലുള്ള നാണയങ്ങൾ എണ്ണുവാൻ തുടങ്ങി. പിന്നീട് ഒരു ചെറിയ കപ്പ് ഐസ്ക്രീമിൻ്റെ വില ചോദിച്ചപ്പോൾ അക്ഷമയോടെ പരിചാരിക 65 സെന്റ് എന്ന് മറുപടി പറഞ്ഞു. ചെറിയ കപ്പ് ഐസ്ക്രീം വാങ്ങിക്കഴിച്ച് ബില്ലിലെ തുക കൊടുത്ത ശേഷം അവൻ സ്ഥലം വിടുകയും ചെയ്തു. ഒഴിഞ്ഞ പാത്രം എടുക്കുവാനായി വന്ന പരിചാരിക ഈ ചെറിയ കുട്ടി നൽകിയ 10 സെന്റ് ടിപ്പ് കണ്ട് വികാരാധീനയായി. ഐസ്ക്രീം ആവശ്യപ്പെടുന്നതിന് മുമ്പ് പരിചാരികയ്ക്ക് നൽകേണ്ട ടിപ്പിനെ പറ്റി ഈ ചെറിയ കുട്ടി ചിന്തിച്ചിരുന്നു. ഇത് അവൻ്റെ പരിഗണനാ മനോഭാവം വെളിപ്പെടുത്തുന്നു. നമ്മളെല്ലാം ഈ കുട്ടിയെ അനുകരിച്ച ഈ ലോകം എത്ര മനോഹരമായി തീരും. പരിഗണനാ മനോഭാവം പ്രകടിപ്പിക്കുക. 3. നമ്മുടെ വിജയത്തോടൊപ്പം മറ്റുള്ളവരുടെ വിജയം ആഗ്രഹിക്കുക. മരണാനന്തരം ഒരാളോട് സെന്റ് പീറ്റർ സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ പോകേണ്ടതെന്ന് തിരക്കിയപ്പോൾ 2 സ്ഥലങ്ങളും കണ്ട ശേഷം തീരുമാനിക്കാമെന്ന് അയാൾ പറഞ്ഞു. സെന്റ് പീറ്റർ ആദ്യം അയാളെ നരകത്തിലേക്ക് കൊണ്ടുപോയി. ഒരു വിശാലമായ ഹാളിൽ പലതരം ഭക്ഷ്യവിഭവങ്ങൾ നിരത്തി വെച്ചിരിക്കുന്ന വലിയ മേശയാണ് ആദ്യം കണ്ടത്. ഭക്ഷണത്തിന് വേണ്ടി കൊതിക്കുന്ന ദുഃഖിതരായ അനേകം ആളുകളെയും അവിടെ കണ്ടു. 4 അടി നീളമുള്ള കത്തികളും മുള്ളുകളും അവരുടെ കൈകളുമായി ബന്ധിച്ചിരുന്നു. മേശയുടെ മധ്യഭാഗത്ത് നിന്ന് ഭക്ഷണം എടുക്കുവാൻ അവർ ഇവ ഉപയോഗിച്ച് പരിശ്രമിച്ചെങ്കിലും പരാജയപ്പെടുകയായിരുന്നു. പിന്നീട് സെന്റ് പീറ്റർ അയാളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി. അവിടെയും അതേ രീതിയിലുള്ള കാഴ്ച തന്നെയാണ് കണ്ടത്. പക്ഷേ ഒരു വ്യത്യാസം മാത്രം. എല്ലാവരും ആഹ്ലാദഭരിതരായിരുന്നു. അവർ മേശയിൽ നിന്നും അന്യോന്യം ഭക്ഷണം എടുത്തുകൊണ്ടേ കഴിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. ഓരോരുത്തരും മറ്റുള്ളവർക്ക് ഭക്ഷണം എത്തിക്കാനാണ് ശ്രമിച്ചത്. സ്വാർത്ഥ ചിന്തയില്ലാത്തവരായിരുന്നു സ്വർഗവാസികൾ. ഉപഭോക്താക്കൾക്കും കുടുംബാംഗങ്ങൾക്കും
ജോലിക്കാർക്കും വേണ്ടി സേവനം ചെയ്യുമ്പോൾ നാം സ്വാഭാവികമായും വിജയിക്കുന്നു. 4. വാക്കുകൾ ശ്രദ്ധാപൂർവം തിരഞ്ഞെടുക്കുക. താൻ കേൾക്കുന്നതെന്തും ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്ന വ്യക്തി പലപ്പോഴും അപ്രിയമായ വസ്തുതകൾ കേൾക്കേണ്ടി വരും. തന്ത്രപൂർവം പ്രവർത്തിക്കുക. ശ്രദ്ധാപൂർവം വാക്കുകൾ ഉപയോഗിക്കുന്നതും നമ്മുടെ പരിധി ലംഘിക്കാതിരിക്കുന്നതും തന്ത്രപൂർവമായ സമീപനത്തിൻ്റെ വിജയമാണ്. എന്താണ് പറയേണ്ടതെന്നും എന്താണ് പറയാതിരിക്കേണ്ടതെന്നും നാം മനസ്സിലാക്കണം. തന്ത്രപൂർവം പെരുമാറുന്നതിനോടൊപ്പം നമ്മുടെ കഴിവുകളും ഉപയോഗിക്കേണ്ടതുണ്ട്. നയപരമായ സമീപനത്തിൻ്റെ അഭാവത്തിൽ കഴിവുകൾ അപ്രസക്തമാകുന്നു. വാക്കുകൾ നമ്മുടെ മനോഭാവം പ്രകടിപ്പിക്കുന്നു. വാക്കുകൾക്ക് വികാരങ്ങളെ വ്രണപ്പെടുത്തുവാനും ബന്ധനങ്ങളെ നശിപ്പിക്കാനും കഴിയും. സ്വാഭാവികമായ വിപത്തുകളേക്കാൾ പലപ്പോഴും അനുചിതമായ വാക്കുകളുടെ ഉപയോഗമാണ് മനുഷ്യനെ വേദനിപ്പിക്കുന്നത്. പറയുന്ന വാക്കുകൾ ശ്രദ്ധാപൂർവം തിരഞ്ഞെടുക്കുക. ഇതാണ് വിവേകത്തിൻ്റെ ലക്ഷണം. നാം എന്ത് പറയുമ്പോഴും ശ്രദ്ധിച്ചു തന്നെ പറയാൻ ശ്രമിക്കുക. അമിതമായ സംസാരം കൊണ്ട് ആശയവിനിമയം സാധ്യമാകുന്നില്ല. കുറച്ച് സംസാരിക്കൂ, കൂടുതൽ ആശയവിനിമയം നടത്തൂ. ഒരു വിഡ്ഢി ചിന്തിക്കാതെ സംസാരിക്കുന്നു, ബുദ്ധിമാൻ ചിന്തിച്ച ശേഷം സംസാരിക്കുന്നു. വിദ്വേഷം നിറഞ്ഞ വാക്കുകൾ വിനാശം വിതയ്ക്കും. മാതാപിതാക്കളുമായുള്ള ആശയവിനിമയമാണ് കുട്ടികളുടെ ഭാവി രൂപപ്പെടുത്തുന്നത്. നമ്മുടെ വാക്കുകൾ ഒരിക്കലും തിരിച്ചെടുക്കാനാവില്ല. ഇതിനൊരു ഉദാഹരണം. ഒരിക്കൽ ഒരു കൃഷിക്കാരൻ തൻ്റെ അയൽക്കാരനെ അപകീർത്തിപ്പെടുത്തുന്ന വിധം സംസാരിച്ചു. തൻ്റെ അപരാധം മനസ്സിലാക്കിയ അയാൾ മാപ്പു ചോദിക്കാനായി ഒരു പുരോഹിതൻ്റെ അടുത്തുപോയി. ഒരു സഞ്ചിയിലെ തൂവലുകൾ നഗരമധ്യത്തിൽ നിക്ഷേപിക്കുവാനായി പുരോഹിതൻ അയാളോട് പറയുകയും അയാൾ അത് അനുസരിക്കുകയും ചെയ്തു. പിന്നീട് പുരോഹിതൻ അയാളോട് ആ തൂവലുകൾ സഞ്ചിയിൽ തന്നെ തിരികെ നിക്ഷേപിക്കുവാൻ പറഞ്ഞു. കൃഷിക്കാരൻ ഇതിനായി ശ്രമിച്ചെങ്കിലും തൂവലുകളെല്ലാം പറന്നുപോയതിനാൽ അയാളുടെ ശ്രമം വിജയിച്ചില്ല. കാലിയായ സഞ്ചിയുമായി മടങ്ങി വന്ന അയാളോട് പുരോഹിതൻ ഇങ്ങനെ പറഞ്ഞു: നിങ്ങളുടെ വാക്കുകളുടെ കാര്യത്തിലും അത് പ്രസക്തമാണ്. നിങ്ങൾ അനായാസം പറഞ്ഞ വാക്കുകളാണെങ്കിലും അവ നിങ്ങൾക്ക് തിരിച്ചെടുക്കാനാകില്ല. വാക്കുകൾ ശ്രദ്ധാപൂർവ്വം തിരഞ്ഞെടുക്കാൻ എപ്പോഴും ഓർമ്മിക്കുക. 5. വിമർശിക്കുകയും പരാതികൾ ഉന്നയിക്കുകയും ചെയ്യുന്ന സ്വഭാവം അവസാനിപ്പിക്കുക. വിമർശനം കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് നിഷേധാത്മകമായ വിമർശനമാണ്. ഒരു വ്യക്തി വിമർശനത്തിനിരയാകുമ്പോൾ അയാൾ ആത്മരക്ഷ തേടുന്നു. നിരൂപകൻ പലപ്പോഴും നമ്മെ നിരുത്സാഹപ്പെടുത്തുന്നു. പക്ഷേ അതിനർത്ഥം ക്രിയാത്മകമായ നിരൂപണം നിരുത്സാഹപ്പെടുത്തണമെന്നല്ല. എന്താണ് ഈ ക്രിയാത്മകമായ നിരൂപണം? സഹായിക്കാനുള്ള മനോഭാവത്തോടെ വിമർശിക്കുന്നതിനെയാണ് ക്രിയാത്മകമായ വിമർശനം എന്ന് പറയുന്നത്. ഇത്തരം വിമർശനത്തോടൊപ്പം പരിഹാരമാർഗങ്ങളും നിർദ്ദേശിക്കേണ്ടതുണ്ട്. വിമർശനം വ്യക്തിക്കെതിരെയാകരുത്. വ്യക്തിക്കെതിരെയാകുമ്പോൾ അത് ആത്മാഭിമാനത്തെ തളർത്തുന്നു. വ്യക്തിയുടെ പ്രവർത്തനം ഹിതകരമല്ലെങ്കിൽ അത് വിമർശിക്കപ്പെടേണ്ടതാണ്. പക്ഷേ ഇതോടൊപ്പം സഹായിക്കാനുള്ള മനോഭാവം പ്രകടിപ്പിക്കണം. മറ്റുള്ളവർക്ക് പ്രചോദനം നൽകുന്ന രീതിയിലുള്ള വിമർശനം എന്തൊക്കെയാണെന്ന് നോക്കാം. 1. ക്രിയാത്മകമായ മനോഭാവത്തോടെ വിമർശിക്കുക. എന്ന് വെച്ചാൽ ഒരു പരിശീലകനാകുക. ഒരു പരിശീലകൻ കായിക താരത്തിൻ്റെ പ്രകടനം മെച്ചപ്പെടുത്തുവാനാണ് വിമർശിക്കുന്നത്. 2. പരസ്പര ധാരണയും മറ്റുള്ളവരെക്കുറിച്ചുമുള്ള ആകാംക്ഷയും പ്രചോദനം നൽകുന്ന ഘടകമായി തീരുന്നു. 3. ശിക്ഷിക്കുന്ന മനോഭാവത്തിനു പകരം തെറ്റുകൾ തിരുത്താനും അങ്ങനെയുള്ളൊരു മനോഭാവം പ്രകടിപ്പിക്കണം. തെറ്റ് തിരുത്തുന്നൊരു മനോഭാവം. 4. വിമർശനം അവ്യക്തമാകുമ്പോൾ അത് സ്വീകരിക്കപ്പെടുന്നില്ല. എപ്പോഴും വസ്തുനിഷ്ഠമായ രീതിയിൽ വിമർശിക്കുന്നതാണ് അഭികാമ്യം. 5. വസ്തുതകൾ ശരിയായി പഠിക്കുക. നിഗമനങ്ങളിലേക്ക് എടുത്തു ചാടാതിരിക്കുക. വസ്തുനിഷ്ഠമല്ലാത്ത കാര്യങ്ങളെ അടിസ്ഥാനമാക്കി വിമർശിക്കാനുള്ള അവകാശം നമുക്കില്ല. വിമർശിക്കാനായി തിടുക്കം കൂട്ടരുത്. 6. സമചിത്തത പാലിക്കുക, പക്ഷേ ഉറച്ച നിലപാടെടുക്കുക. 7. പ്രേരണ നൽകാനായി വിമർശിക്കാം, പക്ഷേ വിരട്ടരുത്. 8. പരിഹസിക്കാതിരിക്കുക. പരിഹാസം വിദ്വേഷത്തിനിടയാക്കും. 9. വിമർശനം ഔചിത്യപൂർവമായിരുന്നാൽ ആവർത്തനത്തിൻ്റെ ആവശ്യമില്ല. 10. സ്വകാര്യമായി വിമർശിക്കുക. അത് സൗമനസ്യം വളർത്താൻ ഉതകും. മറ്റുള്ളവരുടെ സാന്നിധ്യത്തിൽ വിമർശിക്കുന്നത് അപമാനത്തിനിടയാക്കും. 11. മറ്റുള്ളവർക്ക് അവരുടെ നിലപാട് വിശദീകരിക്കുവാൻ അവസരം നൽകുക. 12. തെറ്റ് തിരുത്തുന്നത് എങ്ങനെ ഗുണകരമാകുമെന്ന് അവരെ ബോധ്യപ്പെടുത്തുക. 13. പുരോഗതിക്കു വേണ്ട നിർദ്ദേശങ്ങൾ മറ്റുള്ളവരിൽ നിന്നും സ്വീകരിക്കുക. സ്വന്തം നിർദ്ദേശങ്ങൾ മാത്രം അടിച്ചേൽപ്പിക്കാതിരിക്കുക. പ്രവൃത്തിയെ ചോദ്യം ചെയ്യുക, ഉദ്ദേശത്തെയല്ല. ഉദ്ദേശത്തെപ്പറ്റി സംശയമുണ്ടെങ്കിൽ ബന്ധം അവസാനിപ്പിക്കുന്നതാണ് അഭികാമ്യം. വ്യക്തിപരമായ വിമർശനങ്ങൾ ഒഴിവാക്കുക. വ്യക്തികളുടെ പ്രകടനത്തെ വിമർശിക്കുക. വ്യക്തിവിദ്വേഷം പ്രകടിപ്പിക്കാതിരിക്കുക. ഇതൊക്കെയാണ് ക്രിയാത്മകമായ നിരൂപണം.
വിമർശനം എങ്ങനെ സ്വീകരിക്കാം? ന്യായമായും അന്യായമായും നാം വിമർശിക്കപ്പെടാം. ലോകത്തിലെ മഹാന്മാരെല്ലാം വിമർശനത്തിന് ഇരയായിട്ടുണ്ട്. വിമർശനം ന്യായമായ വളർച്ചയ്ക്ക് സഹായകമാണ്. ഇതിനെ ക്രിയാത്മകമായ നിർദ്ദേശമായി കണക്കാക്കാം. അന്യായമായ വിമർശനത്തെ പ്രച്ഛന്നവേഷത്തിലുള്ള അനുമോദനമായി കണക്കാക്കാം. പ്രത്യേക കഴിവുകളൊന്നുമില്ലാത്തവരാണ് പൊതുവെ വിജയികളെ ഇഷ്ടപ്പെടാത്തത്. വിജയിക്കാൻ കഴിയാത്തവർ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുവാൻ ഇഷ്ടപ്പെടുന്നു. വിമർശിക്കപ്പെടാതിരിക്കാനുള്ള ഒരേ ഒരു വഴി നിഷ്ക്രിയതയാണ്. പക്ഷേ ഇത് ശൂന്യതയിലേക്കുള്ള പ്രയാണമാണ്. അന്യായമായ വിമർശനത്തിന്റെ ഉറവിടം എന്തൊക്കെയാണെന്ന് നോക്കാം. 1. അജ്ഞത. വസ്തുതകളെക്കുറിച്ച് ശരിയായ ബോധം സൃഷ്ടിക്കുമ്പോൾ അജ്ഞത മൂലമുള്ള വിമർശനത്തെ ഇല്ലായ്മ ചെയ്യാം. 2. അസൂയ. ഈ അസൂയയിൽ നിന്ന് ഉത്ഭവിക്കുന്ന വിമർശനത്തിൽ മറഞ്ഞിരിക്കുന്ന അനുമോദനം ദർശിക്കാം. നിങ്ങളുടെ സ്ഥാനം കാംക്ഷിക്കുന്നത് കൊണ്ടാണ് മറ്റുള്ളവർ നിങ്ങളെ അന്യായമായി വിമർശിക്കുന്നത്. കൂടുതൽ ഫലം നൽകുന്ന വൃക്ഷത്തിനു നേരെയാണ് ഏറ്റവും കൂടുതൽ കല്ലുകൾ എറിയപ്പെടുന്നതെന്ന് മാത്രം ചിന്തിക്കുക. ചിലർ മറ്റുള്ളവരെ അവർക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയുന്നവരെ സഹായിക്കാൻ തയ്യാറാണ്. പിന്നീട് അവരുടെ ജീവിതം ക്ലേശകരമാക്കാൻ ഇവർ ശ്രമിക്കും. ഇത് ജീവിതത്തിന്റെ ഭാഗമാണ്, അസൂയയുടെ ഫലമാണ്. ഇതെല്ലാം നാം അതിജീവിക്കേണ്ട ആവശ്യം തന്നെയുണ്ട്. ക്രിയാത്മകമായ വിമർശനം സ്വീകരിക്കാൻ കഴിയാതിരിക്കുന്നത് ആത്മാഭിമാനക്കുറവിന്റെ ലക്ഷണമാണ്. ഈ വിമർശനം സ്വീകരിക്കുവാൻ ഏതാനും നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. 1. ശരിയായ മനോഭാവത്തോടെ അത് സ്വീകരിക്കുക. മഹാമനസ്കതയോടെ, വിദ്വേഷമില്ലാതെ വിമർശനത്തെ നേരിടാൻ നാം പഠിക്കണം. തുറന്ന മനസ്സോടെ അത് വിലയിരുത്തുക. അർത്ഥവത്താണെങ്കിൽ അവ സ്വീകരിക്കുക. അതിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മാറ്റങ്ങൾ നടപ്പിൽ വരുത്തുക. 3 എന്ന് പറയുന്നത് ചെറുത്ത് നിൽക്കാതിരിക്കുക. ക്രിയാത്മകമായ വിമർശനം ഉടനടി ഉൾക്കൊള്ളുക. ഇത് മറ്റുള്ളവരെ നിരായുധരാക്കുന്നു. വിമർശനങ്ങൾ നിരാകരിച്ചാൽ ഇവ കൊണ്ടുള്ള പ്രയോജനം നമുക്ക് നഷ്ടമാവും. ആത്മാർത്ഥതയോടെ ക്രിയാത്മകമായ വിമർശനം സ്വീകരിക്കുന്നതാണ് ബുദ്ധി. ഇത്തരം വിമർശനം നൽകുന്നവരോട് അവരുടെ സഹായത്തിന് നന്ദി പറയുക. ഉയർന്ന ആത്മാഭിമാനമുള്ള വ്യക്തി ക്രിയാത്മകമായ വിമർശനം സ്വീകരിച്ച് പുരോഗതി നേടുന്നു. വിദ്വേഷം വെടിയുന്നു. കപടമായ പ്രശംസയാണ് ന്യായമായ വിമർശനത്തെക്കാൾ പലരുടെയും നാശത്തിന് വഴിയൊരുക്കുന്നത്. പരാതികൾ നിർത്തുക. എപ്പോഴും പരാതിപ്പെടുന്നത് ചിലരുടെയൊക്കെ ഒരു സ്വഭാവമാണ്. ഇക്കൂട്ടർ കാലാവസ്ഥ ചൂടായാലും തണുപ്പായാലും ഒക്കെ പരാതിപ്പെട്ടുകൊണ്ടിരിക്കും. എല്ലാ ദിവസവും അവർക്ക് അശുഭകരമാണ്. പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിലും അവരുടെ ആവലാതി തുടർന്നുകൊണ്ടേയിരിക്കും. എന്തിനാണ് ഇങ്ങനെ ആവലാതിപ്പെടുന്നത്? നിങ്ങളുടെ പ്രശ്നങ്ങളിൽ 50% പേർക്കും താല്പര്യമില്ല. ബാക്കി 50% പേർ നിങ്ങളുടെ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ സന്തോഷിക്കുന്നു. പരാതിപ്പെട്ടിട്ട് കാര്യമില്ലെന്ന് ഇതിൽ നിന്നും മനസ്സിലാക്കാം. ന്യായമായ പരാതികൾ ഉന്നയിക്കരുത് എന്നല്ല ഇതിനർത്ഥം. ക്രിയാത്മകമായ രീതിയിൽ പരാതിപ്പെടുന്നത് ഫലപ്രദമാണ്. ഇത്തരം പരാതികൾ പരാതിക്കാരന്റെ പരിഗണനാ മനോഭാവത്തെയാണ് പ്രകടിപ്പിക്കുന്നത്. മാത്രമല്ല ഇവ സ്വീകരിക്കുമ്പോൾ സ്വയം തിരുത്തുവാനുള്ള അവസരവും നിങ്ങൾക്ക് ലഭിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അടുത്ത പാർട്ട് നെക്സ്റ്റ് ഡേ. താങ്ക് യു.